പറയുന്ന പോലെ ഞാൻ ഒരു കഞ്ഞിക്കട തുടങ്ങുകയാണെങ്കിൽ ഇതായിരിക്കും അവിടുത്തെ മെയിൻ റെസിപ്പി. സംഭവം ഞാൻ തമാശയ്ക്ക് പറഞ്ഞാലും ഇത് ഭയങ്കര ടേസ്റ്റി ആട്ടോ. പച്ചരി കഞ്ഞിയേക്കാൾ പുഴുങ്ങലരി കൊണ്ട് ഈ കഞ്ഞി വെച്ചപ്പോട്ടോ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത്. ഞാൻ നല്ല മട്ട അരിയാട്ടോ ഉപയോഗിക്കാറ് കഞ്ഞി വെക്കാൻ. അപ്പോൾ അരി എടുക്കുക, ഒരു ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ചെറുപയർന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ കുക്കറിലോട്ട് അരി, ചെറുപയർ, ഉലുവ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, തേങ്ങ, കുറച്ച് ഉപ്പിട്ട് 1 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും സിമ്മിൽ 4 വിസിലും വെച്ചിട്ട് കുക്കർ ഓഫ് ആക്കുക. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ എടുക്കുക, ഈ ചുവന്നമുളകൊന്ന് തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുട്ടെടുക്കുക. അതിനുശേഷം മിക്സിയിലോട്ട് ഈ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, പാകത്തിന് പുളി, ചുട്ടുവെച്ച മുളക്, ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് പുറകിലോട്ട് തിരിച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കല്ലിലരയ്ക്കുന്ന പരുവം കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്നാലും വെള്ളം കുറച്ച് ഒഴിച്ച് ഒന്ന് ആ ഒരു ഏകദേശ അളവിലാക്കി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. സംഭവം ഉപ്പും പുളിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നാൽ ഇതിലും വെള്ളം വേറൊരു ചമ്മന്തി ഇല്ല, അത്ര ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ കഞ്ഞിലോട്ട് തിരിച്ചു പോവാം. പ്രഷർ പോയ ശേഷം കുക്കർ തുറക്കുക, എന്നിട്ട് എല്ലാം നോക്കുക. വെള്ളം കുറവാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കുക, ഉപ്പ് പാകമാക്കുക, കുറച്ച് തേങ്ങയും കൂടിയിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ആക്കുക. അങ്ങനെ മക്കളെ ഈ സ്വർഗം റെഡിയായി. ഇനി ഒന്നും ചെയ്യാനില്ല, ബൗളിലോട്ട് ചൂട് കഞ്ഞി എടുക്കുക, നല്ല ചമ്മന്തി എടുക്കുക, കൂടെ അച്ചാറോ പപ്പടോ മെഴുക്ക് വറ്റയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുശാലായി. ഏത് നേരത്തെ വേണമെങ്കിൽ കഴിക്കാൻ. സംഭവം സൂപ്പറാട്ടോ.